സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യം നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാവുകയാണ്. ഒരാളെ കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ നമ്മൾ ഫോണിൽ കൂടെയാണ് ഇതെല്ലാം കാണുന്നത് അല്ലേ. ഒരിക്കലും അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. ബിഗ് ബോസിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മുസ്ലിം പെൺകുട്ടി. അവൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു, ഭയങ്കര ഫോളോവേഴ്സും ഒക്കെ എന്തായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നല്ലൊരു സുന്ദരി കുട്ടിയാണ്. ഭയങ്കര ഇതായിരുന്നു അവളുടെ ആക്ടിവിറ്റിയും അവളുടെ ഓരോരോ കാര്യങ്ങളും. അത് കണ്ട് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ട് പെൺകുട്ടികൾ അത് കണ്ടായിരുന്നു. പക്ഷേ അവളുടെ ബിഗ് ബോസിൽ വന്നപ്പം അവളുടെ സ്വഭാവം കണ്ടപ്പം അതിൽ കാണിച്ച വ്യക്തിത്വം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഹീനമാണെന്ന്. അതേപോലെ നമ്മൾ 24 മണിക്കൂറും ഒരാളെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാവുന്നത്. ചിലപ്പോൾ 24 മണിക്കൂർ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വളർന്നു വരുന്ന കുട്ടികളോട് നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾ ഒരാളെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ നിൽക്കരുത്. നിങ്ങളുടെ ജീവിതം തകർന്നു പോകും. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ വില മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വിജയം അത് വലിയ വിജയമാണ്. കഠിനമായിട്ട് പ്രയത്നിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മുതലാക്കുക, ഒരിക്കലും പാഴാക്കരുത്. ചെറിയ അവസരങ്ങളായിരിക്കും, ആ അവസരങ്ങളായിരിക്കും വലിയ വിജയങ്ങൾക്കുള്ള മുന്നോടി. തോൽവിയുണ്ടാവും, തോൽവിയാണ് ജയത്തിൻ്റെ മുന്നോടി. 100% ഞാൻ പറയുന്നു, അടിച്ച് പറയുകയാണ്. ഒരാളെ കണ്ട് നിങ്ങൾ ആവാതിരിക്കുക. ഇപ്പം റിവ്യൂ പറയുന്നു, ഒരു സിനിമ കണ്ടിട്ട് അവൻ്റെ അനുഭവമാണ് പറയുന്നത്. ഇപ്പം വേറൊരാൾക്ക് ആ അനുഭവം ഉണ്ടാകണമെന്നില്ല, ഇല്ലേ? ഇപ്പം അവൻ കാണുന്ന രീതി, അവൻ ചിലപ്പം ടെൻഷനിലായിരിക്കും ചെന്ന് കാണുന്നത്, ചിലപ്പോൾ രാത്രിയായിരിക്കും. ഓരോ സമയത്തിനും ഓരോ മൂവ്മെൻറ്റിനും ഓരോ അനുഭവമാണ്. ഇപ്പം നമ്മൾ ടെൻഷനായിട്ടിരിക്കുകയാണ്, ചിലപ്പോൾ നല്ല കോമഡി മൂവി കാണും, ചിലപ്പോൾ അത് തൃപ്തിപ്പെടുത്തണമെന്നില്ല. അതേപോലെ ഒരാളെ കണ്ട് ഇപ്പം BJP നേതാവ് കൃഷ്ണകുമാർ, അവൻ സാധാരണക്കാരിലേക്ക് ഇറങ്ങി പറയുകയായിരുന്നു, നിങ്ങളെ ഞാൻ സഹായിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഒരുത്തനെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇതിപ്പം തെളിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരെ ജനങ്ങളെ ജാതി അധിക്ഷേപത്തിൽ അവൻ നമ്മളെ സത്യം പറഞ്ഞ മുക്കോരെന്ന് പറയുന്നത് ആ മീൻ പിടിക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. മനുഷ്യരാണ് അവർ ജാതി നോക്കിയല്ല കൊറോണ ഈ പ്രളയകാലത്ത് നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത്, അല്ലേ? അവരാണ് ഹീറോകൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പം കണ്ടില്ലേ, അവരെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഇവരെ പോയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുമോ, നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുക, ആനയാണ് പൂനയാണ് എന്ന് തള്ളിയാനാണ്. ഇങ്ങനെ തള്ളം എന്തെന്നറിയാമോ? നമ്മൾ സാധാരണ ജനം ഇവൻ വലിയവനാണ്, ഇവൻ നമ്മളെ എല്ലാം ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവൻ്റെയൊക്കെ സ്വഭാവം എന്തെന്നറിയാമോ? തീട്ടമാണ്, തീട്ടം, വെറും തീട്ടം. മനസ്സിലായോ? ഇങ്ങനെയുള്ളവന്മാരെ അടുപ്പിക്കരുത്. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ് വരുന്ന ഒരുത്തനും അകത്ത് ഇതാണ്. മനസ്സിലായോ? നിങ്ങളെ മനസ്സിലാക്കുക മക്കളെ. എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളെ മനസ്സിലാക്കുക. ഒരാളെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത്. ഒരുത്തനും ഇൻഫ്ലുവൻസ് അല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് പറയുന്നോ അവൻ ഒരുത്തനും ഇൻഫ്ലുവൻസ് അല്ല. നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം വേറെയാണ്. എന്തിലാണ് നിങ്ങൾ സംതൃപ്തി? എവിടെയാണ് നിങ്ങളുടെ സംതൃപ്തി? നിങ്ങൾ പഠിക്കും വിഷയം അമ്മമാരും അച്ഛന്മാരും പറയും, അച്ഛനമ്മയും പറയും, മക്കളെ ഇതെടു, മക്കളെ അതെടു, ആ വിഷയം എടു, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. അല്ല, നിങ്ങൾ ഒരിക്കലും ഹാപ്പി അല്ല. ഞാൻ എടുത്തത് സയൻസാണ്. എൻ്റെ അമ്മയുടെ താല്പര്യത്തോടെയാണ് ഞാൻ സയൻസ് എടുത്തത്. എനിക്കിഷ്ടമല്ല, എനിക്ക് കണക്കിനോടാണ് താല്പര്യം. നമുക്ക് പഠിക്കാൻ പോകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്താണ് താല്പര്യം, ഏത് വിഷയം നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഏത് വിഷയത്തിലാണ് താല്പര്യം അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജോബ്, എന്ത് പണിയും ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങൾ കാണിക്കുക. ഒരിക്കലും ഇന്ന പണി മോശമാണ്, ഇന്ന പണി നല്ലതാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. എല്ലാ പണിയും എല്ലാത്തിനും അതിൻ്റെതായ വിജയം ഉണ്ടാവും. എല്ലാ പണിക്കും അതിൻ്റേതായ ഒരു ഇതുണ്ട്. ആ പണി മോശം, ഈ പണി മോശം ഒരിക്കലും അല്ല.
എന്ത് പണിയും ചെയ്ത് നോക്ക്, നമ്മൾ സന്തോഷത്തോടെ ചെയ്ത് നോക്ക്, ആത്മാർത്ഥത്തോടെ നമ്മൾ ചെയ്ത് നോക്ക്, ആസ്വദിച്ച് ചെയ്ത് നോക്ക്, ഭയങ്കര രസമായിരിക്കും. പച്ചക്കറി നടുമ്പോഴും ചിലർക്ക് മണ്ണ് തൊടാൻ ഭയങ്കര പേടിയായിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം, എന്ത് പണിയായാലും ആസ്വദിച്ച് ചെയ്ത് നോക്ക്, ഭയങ്കര സംതൃപ്തിയായിരിക്കും. എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുക. നിങ്ങളുടെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും, തൃപ്തി. നമ്മളൊരു ആഹാരം കഴിച്ചിട്ട് മനസ്സിനൊരു തൃപ്തി വരത്തില്ലേ, അതേപോലത്തെ ഒരു തൃപ്തി വരും. ആ തൃപ്തി എവിടെയാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ഇത്. ജോബായാലും നിങ്ങളുടെ പഠിത്തമാണെങ്കിലും എന്ത് കാര്യത്തിലും ഭയങ്കര ഒരു ഇതായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, മുഖത്ത് നല്ല പ്രസന്നമായിരിക്കും. അതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക. സത്യം, ഒരാളെ കണ്ട് ഒരാളുടെ അഭിപ്രായം നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം. ഒരു കാര്യം പറഞ്ഞാൽ അത് വേറൊരു കാര്യം പറയും. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയക്കാരൻ അമ്പൂക്ക ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്ന, മണിക്കൂറുകൾ പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാരനെ വിശ്വസിക്കാതിരിക്കുക. നിലപാട്, നിങ്ങൾ പറയുന്നത് സത്യമാണ് എങ്കിൽ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഒരു കാര്യം പറയുമ്പം അത് ചിന്തിച്ചിട്ട് പറയുക, വാക്ക് മാറ്റാതിരിക്കുക, പിന്നിൽ നിന്ന് കുത്താതിരിക്കുക. ഇതെല്ലാം ഏറ്റവനാണ് കേട്ടോ, ഞാൻ പിന്നിൽ നിന്ന് കുത്ത് കിട്ടിയാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ജീവിതത്തിൽ. അതുകൊണ്ട് ഒരാളെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിരിക്കുക, നേർമയായിട്ടിരിക്കുക, സത്യസന്ധമായിട്ട് നേർമയോടെ ഇരുന്ന് നോക്ക്. നമുക്ക് ഒരിക്കലും തളരാൻ പറ്റത്തില്ല, സന്തോഷം ഉണ്ടാവും. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം സന്തോഷവും സമാധാനമാണ്. അത് നമുക്ക് കിട്ടും, സംതൃപ്തി കിട്ടും. മനസ്സിലായോ? നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്താലും ഭയങ്കര ഒരു ഇതായിരിക്കും. അതാണ് എനിക്ക് സത്യം പറയും, ഇന്ന് എല്ലാ മനുഷ്യരും ആർത്തിയുള്ളവരാണ്, സ്വാർത്ഥ മനോഭാവമുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ലൊരു ലോകം, ഈ ലോകത്ത് ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ നേർമയോടെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറ അടിപൊളിയായിരിക്കും. മനസ്സിലായോ? നമ്മുടെ രാജ്യം വിട്ട് മറു രാജ്യം ചാടുന്നവർക്ക് അവർക്കറിയത്തില്ല ഈ രാജ്യത്തിൻ്റെ സവിശേഷതകൾ, നാനത്വത്തിൽ ഏകത്വമായ ഒരു സവിശേഷത. പക്ഷേ ഇതിൽ രാഷ്ട്രീയക്കാരാണ് ഒന്ന് ഇല്ലാതാക്കി കളഞ്ഞത്. മത പുരോഹിതന്മാരാണ് ഇത് ഇല്ലാതാക്കി കളഞ്ഞത്, മനുഷ്യരല്ല. മൃഗങ്ങളാണ്, മനുഷ്യൻ്റെ കവചമിട്ട മൃഗങ്ങളാണ് ഇത് മൊത്തവും ഇല്ലാതാക്കിയത്. ഇനി വരുന്ന തലമുറ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒത്തിരിയുണ്ട്, നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഒത്തിരിയുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകണ്ട. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ചിന്തിക്കുക, ചിന്തിച്ച് നിങ്ങൾ ഇതാകുക. ഒരാളെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിരിക്കുക, ഒരാളെ കണ്ട്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ.